നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദനയോട് കൂടിയൊരു വാർത്ത പുറത്തു വരികയാണ്. നമുക്ക് ഒന്ന് കണ്ണു നനയാതെ ഈ വാർത്ത നമുക്ക് വായിക്കാനോ കേൾക്കാനോ സാധിക്കാത്ത വിധത്തിലാണ്. അബുദാബിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരൻ അസാം ബിൻ അബ്ദുൾ ലത്തീഫും അന്തരിച്ചു. ഇതോടെ ഈ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 5 ഉയർന്നു. ഒരേ കുടുംബത്തിലെ 4ാമത്തെ കുട്ടിയാണ് അസാം. മലപ്പുറം തിരൂർ സ്വദേശികളായ അബ്ദുൾ ലത്തീഫിന്റെയും റുക്സാനയുടെയും മകനാണ് അസാം. ഇന്നലെ അപകടത്തിൽ മരണപ്പെട്ട അഷസ്, അമാർ, അയാഷ് എന്നിവർ അസാമിന്റെ സഹോദരങ്ങളാണ്. ദമ്പതികളുടെ 5 മക്കളിൽ 10 വയസ്സുകാരിയായ ഇസ മാത്രമാണ് ഈ ദാരുണമായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അബുദാബിയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണത്തിലായിരുന്ന അസാമിനെ രക്ഷിക്കാൻ ഡോക്ടർമാർ അവസാന നിമിഷം വരെ പരിശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഈ കുടുംബത്തിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ചമ്രവട്ടം സ്വദേശി ബുഷ്രയും ഇതേ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു. 4 കുട്ടികളുടെയും സംസ്കാരം നാളെ ഉച്ചയോടെ ദുബായിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ബുഷ്രയുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിനിടെ സൗദിയിലെ മദീനയിലുണ്ടായ മറ്റൊരു വാഹനാപകടത്തിൽ മഞ്ചേരി വെള്ളില സ്വദേശി നടുവത്ത കളത്തിൽ അബ്ദുൾ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ ജലീലിന്റെ മാതാവ് മൈമുനത്ത് എന്നിവർ മരണപ്പെട്ടു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉള്ളതിനാൽ ഇവരുടെ സംസ്കാര ചടങ്ങുകളും നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജലീലിന്റെ 7 വയസ്സുള്ള മകൾ നൂറ തിങ്കളാഴ്ച ആശുപത്രി വിട്ടിരുന്നു. എന്നാൽ മറ്റ് മക്കളായ ആയിഷയും ഫാത്തിമയും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒന്നിച്ച് ഉല്ലസിച്ച് വളർന്നവർക്ക് ഒന്നിച്ച് അന്ത്യവിശ്രമമാണ് ഇവിടെ ഉള്ളത്. അതേസമയം മരിച്ച വീട്ടുജോലിക്കാരി ബുഷ്രയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഉപ്പ അബ്ദുൾ ലത്തീഫും ഉമ്മ റുക്സാനയും സഹോദരിയും ചികിത്സയിലാണ്. ലിവ ഫെസ്റ്റ് കഴിഞ്ഞ മടങ്ങുന്നതിനിടയിലുണ്ടായ അപകടമാണ് കുടുംബത്തെ കീഴ്മേൽ മറിച്ചത്. മറ്റൊരു അപകടത്തിൽ ജിദ്ദയിൽ മരിച്ച ജലീലിന്റെയും കുടുംബങ്ങളായ മറ്റു 3 പേരുടെയും ഖബറടക്കം സൗദിയിൽ തന്നെയായിരിക്കും. ട്രാഫിക് വകുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും ഇതേ അധികൃതർ ഈ ഒരു ഖബറടക്കമൊക്കെ നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആഘോഷവേളയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. കാരണം ജീവനോടെയുള്ള ഈ മരണവുമായി മല്ലിടുന്ന കുട്ടികൾ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, ഈ അത്യാസന നില തരണം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അതിന് ആ ഒരു പ്രാർത്ഥന വിഫലമാവുകയാണെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4 കുട്ടികളും മരണത്തിൽ കീഴടങ്ങുന്നു. ഇനി ഒരൊറ്റ സഹോദരി മാത്രമാണുള്ളത്. അമ്മയും അച്ഛനും ഉണ്ട്. ഒപ്പം അവരെ നോക്കാനായി ഉണ്ടായ കെയർ ടേക്കറായിരുന്ന ആ വനിതയും ആ യുവതിയും മരണപ്പെട്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ഈ ഒരു വാർത്ത കേട്ടത്. ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും മറ്റൊന്നാണ് സംഭവിച്ചിരിക്കുന്നത്. 2026 ആഘോഷിക്കാനായി, ന്യൂ ഇയർ ദിനങ്ങൾ ആഘോഷിക്കാനായി പോയതായിരുന്നു. എന്നാൽ അവസാനം ന്യൂ ഇയറിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ മാതാപിതാക്കൾ എത്തുന്ന അതിദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്.